നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അരി അരയ്ക്കോ കുതിർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട, അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇന്നെങ്ങനെയാണ് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം നല്ല നൈസ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറുത്ത പൊടിയാണ്. 240 ml കപ്പിൽ 2 കപ്പ് പൊടിയാണ് കേട്ടോ, 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പി കാച്ചണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൊടിയിൽ നിന്ന് ഒരു 4 ടീസ്പൂണോളം നമുക്ക് കപ്പി കാച്ചാനായിട്ട് മാറ്റാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പച്ചരി വെച്ചിട്ട് എങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇനി ഇതിലേക്ക് ഒരു വലിയ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടുപ്പിൽ വെക്കുന്നതിനേക്കാളും മുമ്പായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തീ കത്തിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും പൊടി വെച്ച് ചെയ്യുന്നതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി നല്ല പോലെ വെന്ത് കിട്ടുകയും വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കട്ട പിടിച്ച് പോകേണ്ട, കാരണം ഒരു മിനിമം തിക്നെസ്സിൽ എടുത്താലാണ് അത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ കപ്പി കാച്ചുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല പോലെ കുറുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കപ്പി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ കട്ട പിടിക്കാതെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുത്താൽ തന്നെ കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ ഇത് നല്ല പോലെ തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തണുത്ത് വരട്ടെ. ഞാൻ ആദ്യം തന്നെ മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരും കൂടി അരയ്ക്കുമ്പോൾ ചിലപ്പോൾ തേങ്ങ നല്ലപോലെ അരഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ തേങ്ങ മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ചിരകിയത് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ അതിൽ കറുത്ത ഭാഗങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാലാണ്. അതൊഴിച്ചിട്ട് നല്ല മഷ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം കുറവുള്ളതുപോലെ തോന്നുകയാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ തേങ്ങ ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പ് തേങ്ങാപ്പാലാണല്ലോ ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അടിച്ച സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഒരു 1/4 കപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിത് നല്ലപോലെ അരച്ചെടുത്തത്. മൊത്തത്തിൽ 1/2 കപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കപ്പി കാച്ചി വെച്ചിരുന്നല്ലോ, അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നും കൂടി നമ്മൾ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ കപ്പി കാച്ചിയിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ മൊത്തത്തിലങ്ങ് കപ്പി കാച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയിൽ കറുത്ത ഭാഗങ്ങളൊന്നും വരരുതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ അപ്പത്തിൻ്റെ കളറ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 4 ഏലക്കായ, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് നേരിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 240 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറവ് മതി എന്നുള്ളവർ കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചിലവരൊക്കെ ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഇത് അപ്പം കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ മധുരം ഒഴിവാക്കിയിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് അപ്പം വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ മധുരം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പിയല്ല തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ 1/2 കപ്പ് തേങ്ങാപ്പാലും, ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കപ്പി കാച്ചിയതും എല്ലാനും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ അപ്പത്തിനുള്ള മാവ് കൂട്ടി വയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പൊന്തി വരാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പാത്രം എടുക്കാം കേട്ടോ നിങ്ങൾ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് തന്നെ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പം നല്ലപോലെ സ്മൂത്തായിട്ട് നല്ലപോലെ മിക്സാക്കി കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ കയ്യിൽ വെച്ച് ചെയ്യുക, അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതങ്ങ് നല്ല സ്മൂത്തായിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഉള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഇത്രയും ഒരു ലൂസായിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടി തോന്നിയത് കാരണം ഞാനൊരു 1/2 കപ്പും കൂടി തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 കപ്പാണ്. അതായത് നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പും അതേപോലെ തന്നെ അതിന് മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പും ഇപ്പോൾ 1/2 കപ്പും കൂടി ഇതിലേക്ക് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊങ്ങാൻ വെക്കണം. ഏകദേശം 2 മണിക്കൂറെങ്കിലും വെക്കണം. കുറച്ച് ചൂടുള്ള പ്രദേശത്ത് വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഇത് നല്ലപോലെ പൊന്തി വരട്ടെ. ചിലപ്പോൾ ഓരോരുത്തരുടെ സ്ഥലത്ത് ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ പൊന്തി വരാനുള്ള സമയം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇത് നോക്കുക നിങ്ങൾ. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് പൊന്തി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. എനിക്കൊരു 3 മണിക്കൂർ നേരം വേണ്ടി വന്നിട്ടോ ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇളക്കി മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഇത് എടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമാണോ അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി വെച്ചേക്കുക. എന്നാലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് നല്ല പോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മിക്സ് നമ്മുടെ അപ്പത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ ഇത് ഇളക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കോരി ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം അതിലെ ബബിൾസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന സോഫ്റ്റ്നെസ്സിൽ കിട്ടില്ല. ബബിൾസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആവുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നല്ല പോലെ മിക്സാക്കി ആ ബബിൾസൊക്കെ പൊട്ടിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്നെസ് നമ്മുടെ അപ്പത്തിന് കിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് എന്തോരം വേണം അപ്പോൾ പൊന്തി വരാനുള്ളതാണല്ലോ, അതിനനുസരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊരു 20 മുതൽ 25 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ക്ലിയർ ആയിട്ട് വന്നാൽ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് മുറിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇറക്കി വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ അപ്പം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാറിയ ശേഷം ഞാൻ മുറിച്ചൊന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ നമുക്ക് ഈ അപ്പത്തിന്. അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് മുറിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇരിക്കുന്നത്.
അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ അപ്പത്തിൻ്റെ കഷ്ണം എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് അറകളൊക്കെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അരിയൊന്നും കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും സമയം കളയണ്ട. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.